സിമ്പിൾ സോൾവ്സ്. എൻ്റെ ലൈഫിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ചിലപ്പോൾ ചില ആളുകളോട് ചോദിക്കും. ചില പ്രശ്നങ്ങളൊന്നും നമുക്ക് ആരോടും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വർത്തായിരിക്കില്ല ഡിസ്കസ് ചെയ്യുന്നത് തന്നെ. നമ്മൾ തന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ട്രൈ ചെയ്യാറുള്ള 2 മെത്തേഡ്സ് ഞാൻ പറയട്ടെ. ആദ്യത്തേത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളാന്ന് തോന്നും, പക്ഷെ ഒരിക്കലും സിമ്പിളല്ല. പക്ഷേ നിങ്ങളത് ട്രൈ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു സൊല്യൂഷൻ, കിട്ടുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് ഒരു രക്ഷയില്ലാത്ത സൊല്യൂഷനായിരിക്കും. അതിതാണ്, നമ്മളുടെ പ്രശ്നത്തിനെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഒരാളോട് പറയുക, അല്ലെങ്കിൽ നമ്മളത് എഴുതുക. ഇതൊന്നും അല്ലെങ്കിൽ ചില ആൾക്കാർ ചെയ്യാറുണ്ട്, വോയിസ് നോട്ടായിട്ട് റെക്കോർഡ് ചെയ്ത് അതൊന്നും കൂടി കേട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇങ്ങനെ ചെയ്യുമ്പം ഈ കൗൺസിലിങ്ങിലൊക്കെ നമ്മൾ പറയാറുണ്ട്, അതായത് ഒരിക്കലും നമ്മളുടെ മുമ്പിലിരിക്കുന്ന ആൾക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കരുത്. അവരേ ആ പ്രോബ്ലം പറഞ്ഞൊരു സൊല്യൂഷനിൽ എത്തണമെന്ന്. അതായത് അവർക്ക് തന്നെ കുറച്ച് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ആ പ്രോബ്ലം മനസ്സിലാവും, കുറച്ചും കൂടി വ്യക്തമായിട്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും, കാരണം നമ്മളും പലപ്പോഴും ഒരു പ്രശ്നത്തിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് കിട്ടാറുണ്ട് അല്ലേ. അതുപോലെ ഒരു സൊല്യൂഷൻ കിട്ടും. അതൊട്ടും ഈസി അല്ല, കാരണം എന്താ വെച്ചാൽ അത് വളരെ പ്രിസൈസായിട്ട് പറയണമെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. എല്ലാ ഫാക്ടേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആ പ്രശ്നത്തിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് അപ്പോൾ കിട്ടുന്നത് ഒരു സൊല്യൂഷൻ. രണ്ടാമത് എൻ്റെ ഫേവറേറ്റ് വണ്ണാണ്. അത് വേറൊന്നുമല്ല, ഇതുപോലെ ആ ഒരു പ്രശ്നത്തിനെ വളരെ ഗാഢമായി നന്നായി ചിന്തിച്ച് എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ഫാക്ടേഴ്സും, എല്ലാ റിസ്കുകളും ഒക്കെ ചിന്തിച്ച് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, സുഖമായിട്ട് പോയി കിടന്നുറങ്ങും. സുഖമായി ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഫ്രഷ് മൈൻഡിൽ വരുന്നൊരു ഐഡിയ ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനായിരിക്കും പലപ്പോഴും. അത് നമ്മൾക്ക് ചിലപ്പോൾ പ്ലാനുകൾ ചിലപ്പോൾ ശരിയാവാതിരിക്കുന്നതായിരിക്കും. ചില ഐഡിയാസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള, അങ്ങനെ പല രീതിയിലായിരിക്കും. അത് പ്രശ്നമെന്ന് പറയുന്നത് ഫാമിലി അല്ലെങ്കിൽ ലൈഫിലുള്ള ഒന്നും ആയിരിക്കില്ല, കരിയർ ഒന്നും ആയിരിക്കില്ല. ചെറിയൊരു പ്രശ്നമാണെങ്കിൽ പോലും ഇങ്ങനെയാണ് പലതും നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഏത് സിറ്റുവേഷനിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നൊരു ടിപ്പാണ്. ആൻഡ് ഇതിനകത്ത് ഇൻക്യുബേഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതി കൂടി ഉണ്ട്. അതായത് നമ്മൾക്കൊരു പസിൽ സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം അത് മാറ്റി വെച്ചിട്ട് എഴുന്നേറ്റൊന്ന് നടന്നേച്ചും വന്ന് നമ്മളത് ട്രൈ ചെയ്യുമ്പോൾ നമുക്കത് വർക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പുതിയ ചില ഐഡിയാസ് വരാറില്ലേ. സെയിം സംഭവമാണത്. സോ ഒന്ന് ട്രൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.